السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله، والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين برضا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. وما توفيقي إلا بالله عليه توكلت وإليه أنيب. وما توفيقي إلا بالله عليه توكلت وإليه أنيب. قال الله تعالى في القرآن المجيد: واعلموا أن فيكم رسول الله لو يطيعكم في كثير من الأمر لعنتم ولكن الله حبب إليكم الإيمان وزينه في قلوبكم وكره إليكم الكفر والفسوق والعصيان أولئك هم الراشدون. وقال صلى الله عليه وسلم: إن أولى الناس بي يوم القيامة أكثرهم علي الصلاة. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ബഹുമാനമുള്ള SKICRലെ സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, സ്ഥിരം പഠിതാക്കളെ, അഡ്മിനുകളെ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്തിന്റെ മഹത്വം എന്ന വിഷയത്തിലുള്ള എളിയ ഒരു ചർച്ച നടക്കുകയാണ്. അതിന്റെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന്. അള്ളാഹു നമുക്ക് കൂടുതൽ അറിയാനും പഠിക്കാനും പങ്കുവെക്കാനുമൊക്കെയുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാവട്ടെ. ഹബീബിനോട് അവിടുത്തെ ഇഷ്ടം വെച്ച് ജീവിക്കുന്ന ആശിഖീങ്ങളിലും മുഹിബ്ബീങ്ങളിലും അള്ളാഹു നാമേവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ മനോമുഖരത്തിൽ എപ്പോഴും അവിടുത്തോടുള്ള ബന്ധം നിലനിർത്തി ജീവിക്കാൻ, നമ്മുടെ കൽബിൽ അവിടുത്തെ കാത്തു സൂക്ഷിക്കാൻ, നമ്മിൽ മഹാനായ പ്രവാചകനെ കൊണ്ടു നടക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ ഓരോരുത്തരിലും, ഓരോ വിശ്വാസിയിലും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. ആ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഈമാൻ പരിപൂർണമാവുകയും അള്ളാഹുവിന്റെ ഇഷ്ടാനിഷ്ടങ്ങളെ അംഗീകരിച്ചുകൊണ്ട് ഒരു യഥാർത്ഥ അടിമയായി ജീവിക്കുവാനും സാധിക്കുകയുള്ളൂ. അവിടുന്ന് നമ്മിലുണ്ടാകുമ്പോഴാണ് അദബോടുകൂടി അള്ളാഹുവിനോടും റസൂലിനോടും അതുപോലെ നാം ഇടപെട്ട് ജീവിക്കുന്ന നമ്മുടെ മശായിഖന്മാരോടും മാതാപിതാക്കളോടും മനുഷ്യ മക്കളോടും മുഴുവനും തന്നെ മര്യാദ പാലിച്ചുകൊണ്ട്, അദബ് പാലിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയണമെങ്കിൽ ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മിൽ ഓരോരുത്തരിലും ഉണ്ടാവേണ്ടതുണ്ട്. അത് എങ്ങനെ സാധിച്ചെടുക്കാൻ സാധിക്കും? എങ്ങനെയാണ് അങ്ങനെ ഒരു മേഖലയിലേക്ക് എത്താൻ കഴിയുക എന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഭൗതിക ശരീരം നമ്മുടെ മുമ്പിൽ ദർശനത്തോടുകൂടി കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ മഹാനായ പ്രവാചകൻ നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയിട്ടുണ്ട്. അവിടുത്തെ ഇനി നമ്മുടെ മനസ്സിൽ താലോലിക്കാനുള്ള ഏകമാർഗം അവിടുത്തെ ഇഷ്ടം വെക്കുകയും സ്നേഹിക്കുകയും അവിടുത്തെ ഒരു ആഷിഖാവുകയും അവിടുത്തെ ഒരു മുഹിബ്ബാവുകയും അതിലൂടെ സ്വലാത്തിനെ വർദ്ധിപ്പിക്കുകയും ആ സ്വലാത്തിലൂടെ നമ്മുടെ മനസ്സിൽ, നമ്മുടെ നാവിൽ, നമ്മുടെ ശരീരത്തിൽ മുഴുവനും
മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മിലുണ്ടാവുക എന്നതാണ് ഒരു വിശ്വാസിക്ക് അഭികാമ്യമായിട്ടുള്ളത്. സ്വലാത്ത് ചൊല്ലുക എന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ആരാധന തന്നെയാണ്. അതൊരു വഴിപാടാണ്. റബ്ബുൽ ഇസ്സത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കർമ്മമാണത്. അതുമാത്രമല്ല, മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹം കരഗതമാകാനുള്ള വളരെ ലളിതമായ സുതാര്യമായ ഒരു മാധ്യമമാണ് സ്വലാത്ത് ചൊല്ലുക എന്നത്. അങ്ങനെയാണ് നമുക്ക് പ്രവാചകനെ നമ്മിലുണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. സ്വഹാബത്തെ കിറാം റളിയല്ലാഹു തആല അൻഹും അവർക്ക് അവരുടെ നഗ്നനേത്രങ്ങളെ കൊണ്ട് കാണാനും അവിടുത്തെ ജീവിതം കണ്ടാസ്വദിക്കാനും അനുകരിക്കാനും പഠിക്കാനും ഒക്കെയുള്ള അവസരം ലഭിച്ചവരാണ്. അവരോട് കൽപ്പിച്ച കൽപ്പനകൾ സത്യത്തിലത് മരണത്തിന് ശേഷം മുറിഞ്ഞു പോകുന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. ജീവിതകാലത്ത് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എത്രമാത്രം അദബ് പാലിച്ച് ജീവിക്കേണ്ടതുണ്ടോ അതുപോലെ ഇന്നും ഓരോ വിശ്വാസിയും പ്രവാചകനോട് പ്രവാചകൻ നമ്മിലുണ്ടാകുമ്പോൾ നമുക്ക് ജീവിതത്തിന്റെ അടിമുതൽ മുടിവരെ തീർത്തും അച്ചടക്കത്തോടെ അദബോടെ ജീവിക്കാൻ ബാധ്യസ്ഥനാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹുജറാത്തിലെ തുടക്കം മുതൽ ഇങ്ങോട്ട് ചർച്ച ചെയ്യുന്ന ഒട്ടനവധി ആയത്തുകൾ, അതിലൊക്കെയും മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു വിശ്വാസി കാണിക്കേണ്ടുന്ന മര്യാദയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. നമുക്കറിയാം, അതിങ്ങനെ വായിച്ച് ഓതി അർത്ഥം പറയാനുള്ള അതല്ലെങ്കിൽ ഒരു ചർച്ച ചെയ്യാനുള്ള ശ്രമം നടത്തിയാൽ അതിന്റെ വ്യാഖ്യാനങ്ങളിലേക്കൊന്നും പോകാതെ തന്നെ അതിന്റെ ബാഹ്യാർത്ഥം ആയത്തുകളൊന്ന് ഇങ്ങനെ ഓദിച്ചു പോയാൽ തന്നെ നമുക്ക് വലിയ ചിന്തകൾ അതിലൂടെ നൽകുന്നുണ്ട്. വ്യാഖ്യാനങ്ങളും അതിറങ്ങാനുള്ള കാരണങ്ങളുമൊക്കെ ചർച്ച ചെയ്യുമ്പോൾ 1 മണിക്കൂർ നേരത്തെ ഈ ഒരു വിശദീകരണത്തിൽ അത് സാധ്യമല്ല. അതൊരു മറ്റൊരു വിഷയമായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഏതായിരുന്നാലും നമ്മുടെയൊക്കെ മനസ്സിലേക്ക് തോന്നിപ്പിക്കുക എന്ന അർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിലെ 1-2 ആയത്തുകൾ ഞാൻ ഓതി വായിക്കാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഹുജറാത്തിന്റെ തുടക്കത്തിൽ പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലിഹി വത്തഖുല്ലാഹ് ഇന്നല്ലാഹ സമീഉൻ അലീം. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ചതായ ജനങ്ങളെ, ലാ തുഖദ്ദിമൂ ബൈന യദയില്ലാഹി വറസൂലിഹി, അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും ഇടയിൽ അടുക്കൽ നിങ്ങൾ മുൻകടന്ന് പ്രവർത്തിക്കരുത്. വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ സമീഉൻ അലീം, അള്ളാഹു എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും ആണ്. അവിടെ എടുത്തുചാടി നമ്മിൽ പ്രവാചകൻ ഉണ്ടാകുമ്പോൾ എടുത്തുചാടി ശാരീരിക ഇച്ഛകൾക്ക് അടിമപ്പെട്ട് ഒന്നും ചെയ്യാനുള്ള ഒരവസ്ഥാവിശേഷം നഗ്നനേത്രങ്ങളെ കൊണ്ട് കണ്ടിരുന്ന സ്വഹാബത്തിന് ഉള്ളതുപോലെ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ, നമ്മുടെ മുഹിബ്, നമ്മുടെ മഹ്ബൂബ്, നമ്മുടെ മഅ്ശൂഖ് നമ്മിലുണ്ടെങ്കിൽ നാമും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. അതുപോലെ യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബിയ്യി വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദ് അൻ തഹ്ബത അഅമാലുകും വഅൻതും ലാ തഷ്കുറൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വസിച്ചതായ ജനങ്ങളെ, ലാ തർഫഉ അസ്വാതകും, നിങ്ങളുടെ ശബ്ദത്തെ നിങ്ങൾ ഉയർത്തി സംസാരിക്കരുത്. ഫൗഖ സൗത്തിൻ നബി, നബിയുടെ ശബ്ദത്തേക്കാൾ. വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി, വാക്കുകളെ കൊണ്ട് നിങ്ങൾ ഒച്ചയിട്ട് സംസാരിക്കരുത്. കജഹരി ബഅദികും, നിങ്ങൾ കജഹരി ബഅദികും ലിബഅദ്, ചിലർ ചിലരോട് ഒച്ചയിട്ട് സംസാരിക്കുന്നത് പോലെ. അൻ തഹ്ബത അഅമാലുകും, നിങ്ങളുടെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകും. വ അൻതും ലാ തഷ്ഉറൂൻ, എത്രത്തിൽ നിങ്ങൾ അറിയുകയില്ല. നിങ്ങൾ അറിയാത്ത വിധം നിങ്ങളുടെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോവാനുള്ള ഒരു കാരണമായി ഭവിച്ചേക്കും പ്രവാചകന്റെ മുമ്പിൽ നിങ്ങൾ ഒച്ചയിട്ട് സംസാരിച്ചാൽ എന്ന അധ്യാപനം. അതുപോലെ ഇനി ശബ്ദം താഴ്ത്തി, അതുപോലെ അച്ചടക്കത്തോടുകൂടി മര്യാദ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുടെ വിശേഷണം തൊട്ടടുത്ത ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു.
ഇന്നല്ലദീന യഖുല്ലൂന അസ്വാതഹും ഇൻദ റസൂലില്ലാഹി ഉലൈക അല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വ ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ അളീം. ഇന്നല്ലദീന യഖുല്ലൂന അസ്വാതഹും, നിശ്ചയം ശബ്ദത്തെ താഴ്ത്തി സംസാരിക്കുന്ന വിഭാഗം ആളുകൾ ഇൻദ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സന്നിധിയിൽ, ഉലൈക അല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വ, അങ്ങനെ ശബ്ദം താഴ്ത്തി സംസാരിക്കുന്ന ആളുകൾ അവരുടെ ഹൃദയമാണ് അള്ളാഹു ധർമ്മനിഷ്ഠക്കായി അഥവാ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ ഉതകും വിധം പരീക്ഷിച്ച് കടഞ്ഞെടുത്ത ഹൃദയമുള്ള ഒരു വിഭാഗം ആളുകളാണ്. ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ അളീം, അവർക്ക് പാപമോചനവും വണ്ണമായ പ്രതിഫലവും ഉണ്ടെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ പ്രവാചകനോട് പാലിക്കേണ്ടുന്ന മര്യാദകളുടെ അധ്യാപനങ്ങൾ പറഞ്ഞ് ഇങ്ങനെ പോകുന്ന കൂട്ടത്തിൽ പറയപ്പെടുന്ന ഒരു ആയത്താണ് തുടക്കത്തിൽ ഞാൻ ഓതിവെച്ചത്. വഅലമൂ അന്ന ഫീകും റസൂലല്ലാഹ്, വഅലമൂ, നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ, അന്ന ഫീകും റസൂലല്ലാഹ്, നിങ്ങളിലുള്ളത് അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. നിങ്ങളിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ ഉണ്ട് എന്ന ഒരു ധ്വനി അതിലുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മിലുണ്ട്. പ്രവാചകന്റെ ഭൗതിക ശരീരം ഇവിടെ ജീവിച്ചിരിക്കുമ്പോഴും ബർസഖിയായ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോഴും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മിലുണ്ട്. ഭൗതിക ശരീരം ജീവിച്ചിരിക്കുമ്പോഴുള്ള ആ ആളുകളോടുള്ള സംഭാഷണത്തിൽ പറയുന്ന അധ്യാപനമാണ് ലൗ യുതീഉകും ഫീ കതീരിൻ മിനൽ അംരി, കാര്യങ്ങളിൽ നിന്ന് അധികരിച്ചതിലും പ്രവാചകനെങ്ങാനും നിങ്ങൾക്ക് ഇങ്ങോട്ട് വഴിപ്പെടുകയാണെങ്കിൽ, നിങ്ങൾ ഇച്ഛിക്കുന്നത് പോലെ, നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ ഉള്ള തീരുമാനങ്ങൾക്ക് പ്രവാചകൻ ഇങ്ങോട്ട് വഴിപ്പെടുകയാണെങ്കിൽ ലഅനിത്തും, നിങ്ങൾ വിഷമിച്ചു പോകുമായിരുന്നു, നിങ്ങൾ ബുദ്ധിമുട്ടുമായിരുന്നു, നിങ്ങൾക്ക് മശക്കത്തുണ്ടാകുമായിരുന്നു. പക്ഷേ വലാകിന്നല്ലാഹ്, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബ്ബബ ഇലൈക്കുമുൽ ഈമാന, ഈമാനിനെ, നിങ്ങൾ സത്യവിശ്വാസത്തെ നിങ്ങളിലേക്ക് ഇഷ്ടപ്പെടുത്തി, അത് നിങ്ങൾക്ക് പ്രിയങ്കരമാക്കി. വസയ്യനഹു ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിൽ അതിനെ ഭംഗിയാക്കുകയും ചെയ്തു. വകറഹ ഇലൈക്കും, നിങ്ങളിലേക്ക് വെറുപ്പിക്കുകയും ചെയ്തു. അൽ കുഫ്ര, കുഫ്റിനെ, സത്യനിഷേധത്തെ നിങ്ങൾക്ക് വെറുപ്പിച്ചു. വൽ ഫുസൂഖ, തമ്മാടിത്തരത്തെയും, വൽ ഇസ്യാന, അള്ളാഹുവിന് എതിർ പ്രവർത്തിക്കലിനെയും, ഇതൊക്കെ നിങ്ങൾക്ക് വെറുപ്പാക്കുകയും ഈമാനും സൽക്കർമ്മവും ഒക്കെ നിങ്ങൾക്ക് ഭംഗിയാക്കുകയും അള്ളാഹു ചെയ്തു. ഈ സവിശേഷതകൾ ഉള്ള ആളാണ് നന്മയോട് പ്രതിപത്തിയും തിന്മയോട് വൈമനസ്യവും ഉള്ളവനാണ്. അവനാണ് സത്യവിശ്വാസി. നന്മ ചെയ്യാൻ, നല്ലത് ചിന്തിക്കാൻ, നല്ലത് പ്രവർത്തിക്കാൻ, നല്ലതിനോട് ഇടപെട്ട് ജീവിക്കാൻ, നല്ലവരുമായി കൂട്ടുകൂടാൻ, അതുപോലെ തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാൻ, അനിഷ്ടകരമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ, സത്യനിഷേധത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ, അന്യായമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള അത്തരത്തിലുള്ളൊരു മനോഗതി നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നിരിക്കുന്നു. ആ വിഭാഗം ആളുകളാണ് ഉലൈക ഹുമുർ റാഷിദൂൻ, അവരാണ് നേർമാർഗം സിദ്ധിച്ചവർ, അവരാണ് സൽസരണി സ്വീകരിച്ചവർ. ഈ സ്വഭാവമാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങളിലുണ്ടായി എന്നതിന്റെ പ്രതിഫലനമാണ് ഈ ഒരു മനസ്ഥിതിയിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നു എന്നത്. നേരെ മറിച്ച് നിങ്ങൾ ഇച്ഛിക്കുന്ന ഒരു സാധാരണക്കാരനായ ഞാനും നിങ്ങളുമൊക്കെ ഇച്ഛിക്കുന്ന ഒരു മനോഗതിയിലേക്ക് പ്രവാചകൻ ഇങ്ങോട്ടെങ്ങാനും വഴിപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നതെങ്കിൽ അതുകൊണ്ട് നമുക്ക് തന്നെയാണ് അഥവാ ആ ഉദ്ബോധനം ആരോടാണോ സംഭാഷണം ചെയ്യപ്പെടുന്നത് അവർക്ക് തന്നെയാണ് അതിന്റെ ബുദ്ധിമുട്ടും മശക്കത്തും ഉണ്ടാവുക എന്ന ഒരു ധ്വനി ഇതിലൂടെ ഈ ഖുർആനിക അധ്യാപനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഫദ്ലം മിനല്ലാഹി വനിഅമ, ഫദ്ലം മിനല്ലാഹി വനിഅമ, ഇത് അല്ലാഹുവിൽ നിന്നുള്ള മഹത്തായ ഒരു ഔദാര്യമാണ്, അനുഗ്രഹമാണ്. ഇത് അല്ലാഹുവിൽ നിന്നുള്ള ഒരു ഫദ്ലും നിഅമത്തുമാണ്, അവന്റെ ഔദാര്യവും അവന്റെ അനുഗ്രഹവുമാണ്. വല്ലാഹു അലീമുൻ ഹക്കീം,
അള്ളാഹു ഏറ്റവും അറിവുള്ളവനും തന്ത്രജ്ഞാനിയുമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മിൽ ഉണ്ട്, നമ്മിൽ ഉണ്ടാവണം. നമ്മിൽ ഉണ്ടാകുമ്പോഴേ നമ്മുടെ വിശ്വാസം പരിപൂർണമാവുകയുള്ളൂ. അതുണ്ടാവാൻ ഉണ്ടാവുന്ന ആ സ്ഥിതിവിശേഷത്തെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഇതിലൂടെ പഠിപ്പിക്കുന്നത്. വഅലമു അന്ന ബൈന അദ്ഹുരിക്കും റസൂലല്ലാഹ്, നിങ്ങൾക്കിടയിൽ ഉള്ളത് അത് റസൂലുള്ളയാണ്, അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഫതഅദ്ദബൂ മഅ, അപ്പോൾ നിങ്ങൾ അവനോട് അദബ് പാലിച്ച് ജീവിക്കണം. ആ വ്യക്തിത്വത്തോട് നിങ്ങൾ അദബ് പാലിച്ച് ജീവിക്കണം, അവിടത്തോട് അദബോടെ ജീവിക്കണം. നമുക്ക് പ്രവാചകനോട് ചെയ്യാനുള്ള ഏറ്റവും വലിയ അദബ് അവിടത്തെ അനുസരിച്ച് ജീവിക്കുകയും അവിടുത്തെ ഗുണാശംസ നേരുന്ന സ്വലാത്തിന്റെ വചനങ്ങൾ മന്ത്രിച്ചുകൊണ്ട് അവിടുത്തെ ഇഷ്കും മഹബത്തും കൈപ്പറ്റി ജീവിക്കാനുള്ള സാധ്യത ഉണ്ടാക്കുകയാണ് ഓരോ വിശ്വാസിക്കും അഭികാമ്യമായിട്ടുള്ളത്. ഫഇന്നഹു അഅലമു മിൻകും ബിമാ യസ്ലഹു ലക്കും, നിങ്ങൾക്ക് നന്നാവുന്നത് എന്താണെന്ന് നിങ്ങളെക്കാൾ ഏറ്റവും അറിവുള്ളവനാണ് അവൻ, ആ പ്രവാചകൻ. യുരീദു ബികുമുൽ ഖൈറ, നിങ്ങൾക്ക് ഖൈർ മാത്രമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉദ്ദേശിക്കുന്നത്. വഖദ് തുരീദൂന ലിഅൻഫുസികും മിനശ്ശർരി വൽ മളറത്തി മാ ലാ യുവാഫിഖുകുമുർ റസൂലു അലൈഹി, റസൂൽ യോജിക്കാത്ത രീതിയിലുള്ള മളറത്തും ഷർറും ബുദ്ധിമുട്ടുമൊക്കെ നിങ്ങളിൽ നിന്ന് നിങ്ങൾ ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾക്ക് നന്മ മാത്രമാണ് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉദ്ദേശിക്കുന്നത്. ലോ യുതീഉകും ഫീ കതീരിൻ മിനൽ അംരി, കാര്യങ്ങളിൽ നിന്ന് അധികരിച്ചതിനും നിങ്ങൾക്കെങ്ങാനും പ്രവാചകൻ വഴിപ്പെടുകയാണെങ്കിൽ മിമ്മാ തഖ്താറൂനഹു, നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ നിന്ന് ലഅദ്ദാ ദാലിക ഇലാ മശഖ്ഖത്തിക്കും, അത് നിങ്ങളെ മശഖ്ഖത്തിലേക്ക് എത്തിക്കുമായിരുന്നു. അതുകൊണ്ട് വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാന വഹസ്സനഹു ഫീ ഖുലൂബിക്കും ഫആമൻതും വകറഹ ഇലൈക്കുമുൽ കുഫ്ര ബില്ലാഹ് വൽ ഖുറൂജ അൻ തഅതിഹി വമഅസിയതഹു എന്നിങ്ങനെ തുടങ്ങി വ്യാഖ്യാതാക്കൾ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. നമുക്ക് ഈമാനിനോടുള്ള പ്രതിപത്തിയും കുഫ്രിനോടുള്ള ആ ഒരു വൈമനസ്യവും വിമിഷ്ടവും ഉണ്ടാക്കി തീർത്തു എന്നത് പ്രവാചകന്റെ സാന്നിധ്യമാണ്. ആ പ്രവാചകന്റെ സാന്നിധ്യം നമ്മിൽ ഓരോരുത്തരിലും ഓരോ വിശ്വാസിയിലും എപ്പോഴും ഉണ്ടാവുക എന്നത്, ഉണ്ടാവേണ്ടത് വളരെ അത്യന്താപേക്ഷിതവും അനിവാര്യമായ ഒരു സംഗതിയും ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്ക് ഏറ്റവും ബന്ധപ്പെട്ടത് നമ്മുടെ ഉള്ളിലുള്ള ഈ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ്. ഏറ്റവും ബന്ധപ്പെട്ടത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഅ്മിനുകളെ കൊണ്ട് അവർക്ക് ഏറ്റവും അവരുടെ സ്വന്തത്തേക്കാൾ ഏറ്റവും ബന്ധമായവൻ അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പ്രവാചകൻ പറയുന്നുണ്ട്, മാ മിൻ മുഅ്മിനിൻ ഇല്ലാ വഅന ഔലൻ നാസു ബിഹി ഫിദ്ദുനിയ വൽ ആഖിറ, മാ മിൻ മുഅ്മിനിൻ ഇല്ലാ വഅന ഔലൻ നാസി ബിഹി ഫിദ്ദുനിയ വൽ ആഖിറ, ഒരു മുഅ്മിനും ഇല്ല ഞാൻ അവനിക്ക് ജനങ്ങളിൽ ഏറ്റവും ബന്ധമായവൻ ഞാനല്ലാതെയില്ല. എവിടെ? ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഏറ്റവും ബന്ധപ്പെട്ടത് അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായിട്ടുള്ള ആ ബന്ധത്തിന്റെ, ഒരു വിശ്വാസിക്കുണ്ടാവേണ്ടുന്ന ബന്ധത്തിന്റെ പ്രവിശാലമായ ഒരു അർത്ഥത്തിലേക്കാണ് ഹദീസ്, ഈ അധ്യാപനവും ഈ ഖുർആനിക വചനവും ഒക്കെ നമുക്ക് കൊണ്ടുപോകുന്നത്. ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് നമ്മുടെ സഹായിയാണ്, നമുക്ക് ബന്ധപ്പെട്ടതാണ് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. വഖാല ഹസൻ അൽ ഹസൻ റളിയല്ലാഹു തആല അൻഹു നബിയെ തൊട്ട് ഉദ്ധരിച്ചതായിട്ട് പറയുന്നു, ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന ഔലാ ബികുല്ലി മുഅ്മിനിൻ മിൻ നഫ്സിഹി, അന ഔലാ ഞാൻ ഏറ്റവും ബന്ധമായവനാണ്, ബികുല്ലി മുഅ്മിനിൻ എല്ലാ മുഅ്മിനുകളെ കൊണ്ടും എല്ലാ മുഅ്മിനെ കൊണ്ടും, മിൻ നഫ്സിഹി അവന്റെ സ്വന്തത്തേക്കാൾ ഏറ്റവും ബന്ധമായവൻ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഇതിലൂടെയൊക്കെ നമുക്ക് ഇതൊക്കെ ഇങ്ങനെ മലയാള ഭാഷയിൽ
അല്ലെങ്കിൽ അറബി ഭാഷയിൽ അർത്ഥം വെച്ച് പറഞ്ഞു പോകുമ്പോഴുള്ള അതൊരു ലളിതവൽക്കരിച്ച് പറഞ്ഞു പോകേണ്ടുന്ന സംഗതിയല്ല. ഇതിനൊക്കെ വലിയ അർത്ഥവ്യാപ്തിയും നമ്മെ ചിന്തകളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് പറയുന്ന ആ പ്രാപഞ്ചിക വിസ്മയങ്ങളുടെ ഒക്കെയും തുടക്കക്കാരനായ ആ മഹൽ വ്യക്തിത്വത്തിന്റെ ആ ഒരു വ്യക്തി പ്രഭാവത്തെ നമ്മുടെ മനസ്സിൽ എത്രമാത്രം വലുതായി വരേണ്ടതുണ്ട് ഓരോ വിശ്വാസിയിലും എന്നുള്ളത് ചിന്തോദ്ദീപകമാണ്. ഏറ്റവും ബന്ധമായവൻ, നാം ഈ ജീവിക്കുന്ന ഭൗതിക ലോകത്ത് നാം ഇടപെടുന്നവർ, നാം കൈകാര്യം ചെയ്യുന്നവർ, അവരെക്കാളൊക്കെയും ഏറ്റവും ബന്ധമായവൻ അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഈമാൻ സംരക്ഷിക്കപ്പെടുന്നത്. അതാണല്ലോ ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിച്ചത്. നമ്മുടെ ഈമാൻ സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഈ മുഹമ്മദ് റസൂലുള്ളാഹി നിങ്ങളിലുണ്ട്. നിങ്ങളിലുള്ളത് ആരാണെന്നറിയുമോ? അത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾ അത് പാലിക്കണം. ആ പ്രവാചകനുണ്ടായതിന്റെ അതിന്റെ പ്രതിഫലനം ആ ആയത്തിന്റെ അവസാന ഭാഗം തന്നെ നമ്മെ പഠിപ്പിക്കുകയാണ്. നമുക്ക് സൽക്കർമ്മത്തോട് സത്യവിശ്വാസത്തോടുള്ള പ്രതിപത്തിയും അതുപോലെ സ്നേഹവും അനുകമ്പയും ഒക്കെ ഉണ്ടാവുകയും അത് അനുസരിച്ച് ജീവിക്കാനുള്ള മനോഭാവം ഉണ്ടാവുകയും ചെയ്തു എന്നത്. അതുപോലെ തന്നെ മറ്റൊരു വിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്ത് നമുക്കൊക്കെ അറിയാം. സൂറത്തുൽ അംഫാലിലെ 33-ാമത്തെ ഒരു ആയത്തുണ്ടല്ലോ, എല്ലാവരും വളരെ ശ്രദ്ധയോടെ പഠിക്കേണ്ടുന്ന അറിയേണ്ടുന്ന ഒരു ആയത്ത് കൂടിയാണത്. വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാനല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകൻ അവരിലുണ്ടായിരിക്കുമ്പോൾ അവരെ ശിക്ഷിക്കാൻ ബന്ധമായവനല്ല, ശിക്ഷിക്കുന്നതല്ല. വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും, അവരെ അല്ലാഹു ശിക്ഷിക്കുകയില്ല, ശിക്ഷിക്കാൻ ബന്ധമായവനല്ല. വ അൻത ഫീഹിം, യത്രത്തിൽ നീ അവരിലുള്ളപ്പോൾ. മുഹമ്മദ് നബിയോട് പറയുകയാണ്, നീ അവരിലുള്ളപ്പോൾ നമ്മിൽ ഓരോരുത്തരും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ടെങ്കിൽ നമ്മുടെ മനസ്സാവുന്ന മാണിക്യ കൊട്ടാരത്തിൽ മദീനയിലെ പച്ചക്കുബ്ബയുടെ ചുവട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്നിവേശിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പ്രവാചകനെ മനസ്സിൽ കുടിയിരുത്തിയിട്ടുണ്ടെങ്കിൽ, പ്രവാചകനെ മനസ്സിൽ കയറ്റി ഇരുത്തിയിട്ടുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കുകയില്ല. അവർക്ക് ശിക്ഷബന്ധമായതല്ല, അവർക്ക് മശക്കത്തുണ്ടാവുകയില്ല. മഹാവിപത്തുകളിൽ നിന്നും കൊടിയ ദുരന്തങ്ങളിൽ നിന്നുമൊക്കെ ഒരു സംരക്ഷണം നിനക്കുണ്ട്. എന്താ? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്നിലുണ്ടെങ്കിൽ. അപ്പോ മക്ക ഖുറൈശികൾക്കിടയിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ടായപ്പോൾ അവരെ മൊത്തത്തിൽ ശിക്ഷിക്കേണ്ടുന്ന ഘട്ടം വന്നപ്പോൾ പോലും ആ ശിക്ഷാ നടപടി അല്ലാഹു സുബ്ഹാനഹു വ തആല പിൻവലിച്ചു. പ്രവാചകന്റെ സാന്നിധ്യമാണത്. ഈ പറഞ്ഞ പശ്ചാത്തലമുണ്ട്. മക്ക ഖുറൈശികൾ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൗഹീദുമായിട്ട് കടന്നു വന്നപ്പോ അതിൽ വിശ്വസിക്കാനും അത് ഉൾക്കൊള്ളാനും അത് സ്വീകരിക്കാനും അനുസരിക്കാത്ത വിധം പ്രവാചകനെ നിസ്സാരപ്പെടുത്തുകയും നിരുത്സാഹപ്പെടുത്തുകയും പിന്മാറാൻ ആവശ്യപ്പെടുകയും അങ്ങനെ പുച്ഛിക്കുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടം. ആ സന്ദർഭത്തിൽ അവർ തന്നെ പറയുകയാണ്, മുഹമ്മദ് ഈ പറയുന്നത് സത്യമാണെങ്കിൽ, വിശുദ്ധ ഖുർആൻ പറയുന്നു, വഇദ ഖാലു അല്ലാഹുമ്മ ഇൻ കാന ഹാദാ ഹുവൽ ഹഖ് മിൻ ഇൻദിക്, അല്ലാഹുവേ ഈ പറയുന്നത് നിന്റെ പക്കലുള്ളത് യഥാർത്ഥമാണെങ്കിൽ ഫഅംതിർ അലൈനാ, ഞങ്ങളുടെ മേൽ നീ മഴ വർഷിപ്പിക്കുക, ഹിജാറത്തൻ മിനസ്സമായി, ആകാശത്തിൽ നിന്നുള്ള കല്ലുകളാലുള്ള മഴ നീ വർഷിപ്പിക്കണം. അബിഅ്തിനാ ബിഅദാബിൻ അലീം, അതല്ലെങ്കിൽ ഞങ്ങൾക്ക് വേദനാജനകമായ ശിക്ഷ നീ കൊണ്ടുവരണം. ഈ മുഹമ്മദ് പറയുന്നത് സത്യമാണെങ്കിൽ, ഈ കൊണ്ടുവരുന്നത് നിന്റെ പക്കൽ നിന്നുള്ളതാണെങ്കിൽ, അവർ കണക്കാക്കുന്ന ഒരു അള്ളാഹുവിൽ, ആ അള്ളാഹുവിനോട് അവർ പ്രാർത്ഥിക്കുകയാണ്. ഈ സമയത്ത് ഇറങ്ങുന്ന മറ്റൊരു ആയത്താണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരിട്ടുള്ള കൽപ്പന. വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം, മുഹമ്മദ് എന്ന് പറയുന്ന താങ്കൾ അവർക്കിടയിൽ ഉണ്ടായിരിക്കുമ്പോൾ അവരെ ശിക്ഷിക്കുകയില്ല.
വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. അവരെ ശിക്ഷിക്കാൻ ബന്ധമായവനവല്ല. എങ്ങനെ? വഹും യസ്തഗ്ഫിറൂൻ, അവർ ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ, പാപമോചനം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും അവരെ അള്ളാഹു ശിക്ഷിക്കുന്നതല്ല. അള്ളാഹുവിന്റെ ശിക്ഷ സംഭവിക്കാതിരിക്കണമെങ്കിൽ, അവന്റെ പരീക്ഷണങ്ങൾക്ക് വിധേയമാവാതിരിക്കണമെങ്കിൽ, തന്റെ മുമ്പിൽ വരുന്ന ദുരന്തങ്ങളിൽ നിന്നും ദുർഘടമായ അവസ്ഥകളിൽ നിന്നും ഭൗതികവും ആത്മീയവുമായ പരീക്ഷണങ്ങൾ അഥവാ വിഷമിപ്പിക്കുന്ന പരീക്ഷണങ്ങൾ, നിരീക്ഷണങ്ങൾ, കഷ്ടപ്പാടുകളൊക്കെ, ദുരന്തങ്ങളൊക്കെ വിട്ടൊഴിഞ്ഞു മാറണമെങ്കിൽ 2 ഔഷധങ്ങൾ ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഒന്നെന്താ? ഒന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മിലുണ്ടാവുക എന്നതാണ്. മറ്റൊന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇസ്തിഗ്ഫാർ ചൊല്ലുക, പാപമോചനം നടത്തുക, പാപമോചനം നടത്തിക്കൊണ്ടേയിരിക്കുക, പാപമോചനം ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുക. ഇതാണ് രണ്ടാമത്തെ അധ്യാപനം. ഇതിലൂടെയൊക്കെ വലിയ തത്വജ്ഞാനങ്ങളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മിൽ ഉണ്ടാവുമ്പോൾ നമുക്ക് രക്ഷയുണ്ട്, വിജയമുണ്ട്. നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മുടെ മനസ്സിൽ കാലോരിക്കേണ്ടതുണ്ട്, പ്രവാചകനെ മനസ്സിൽ കുടിയിരുത്തേണ്ടതുണ്ട്. ഈ ഭൗതികമായ നഗ്നേത്രങ്ങളെ കൊണ്ട് കാണാൻ നമുക്ക് കഴിയുന്നില്ല എന്ന് വിചാരിച്ച് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മിലില്ലെന്ന് വിശ്വസിക്കാൻ, നമുക്ക് മാറ്റി നിർത്താൻ ഒരു വിശ്വാസിക്ക് സാധ്യമല്ല. പ്രവാചകൻ നമ്മിലുണ്ട്, പ്രവാചകന്റെ സാന്നിധ്യം നമ്മിലുണ്ട്, ഉണ്ടാവണം. ഓരോ ഹൃദയങ്ങളിലും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണ്ടാവണം. അപ്പൊ ഒന്നാമത്തേത് തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യമാണ്. രണ്ടാമത്തേത് പാപമോചനത്തിനുള്ള തേട്ടമാണ്. ഈ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണമെങ്കിൽ അതിന് ഒരൊറ്റ മാർഗമേ ഉള്ളൂ: സ്വലാത്ത് ചൊല്ലുക, അവിടുത്തെ ഇഷ്ടപ്പെടുക. പാപമോചനത്തിനുള്ള തേട്ടം ഇസ്തിഗ്ഫാർ ചൊല്ലുക. ഇതിലൂടെയാണ് ഒരു വിശ്വാസിക്ക് തന്റെ സകല ഭവിഷ്യത്തുകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തോടെ അവിടുത്തെ സാന്നിധ്യം അവസാനിച്ചു പോയോ എന്നൊക്കെ ഗവേഷണം നടത്തിയിട്ട് ഈ ആധുനിക യുഗത്തിൽ പോലും അങ്ങനെയൊക്കെ ചിന്തിച്ച് ഇത്തരം വിഷയങ്ങളെയൊക്കെ കൊച്ചാക്കി കാണുന്ന ഒരു സമൂഹത്തിലാണ് നാമൊക്കെ ജീവിക്കുന്നത്. പ്രവാചകന്റെ സാന്നിധ്യം അവസാനിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. പ്രവാചകന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. ബാക്കി ലോകത്ത് നഗ്നനേത്രങ്ങളെ കൊണ്ട് ഗോചരമാകും വിധം അതില്ലെങ്കിലും ആത്മീയ സാന്നിധ്യം ഒരിക്കലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത് അവസാനിക്കുന്നില്ല. പ്രവാചകന്റെ സാന്നിധ്യം ഒരിക്കലും അവസാനിക്കില്ല. അത് ഇല്ലാതെയാവുകയില്ല, വിനഷ്ടമാവുന്നില്ല. പ്രവാചകർ ഒരിക്കലും ഈ പ്രപഞ്ചത്തിൽ നിന്നും അന്തർധാനം ചെയ്യപ്പെടുന്നില്ല. ഈ പ്രപഞ്ചമുണ്ടാകാനുള്ള കാരണക്കാരൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഈ പ്രാപഞ്ചിക വിസ്മയങ്ങളുടെ മുഴുവനും തുടക്കക്കാരനും അതിന്റെ സത്തയും അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ പ്രവാചകൻ ഇല്ലാത്ത ഒരു പ്രപഞ്ചം ഇവിടെയില്ല. ആ പ്രവാചകന്റെ സാന്നിധ്യമില്ലാത്ത ഒരു പ്രപഞ്ചം ഇവിടെയില്ല. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭൗതിക ശരീരം ബർസഖിയായ ലോകത്ത് ഖബർ ഷരീഫിലാണെങ്കിലും പ്രവാചകന്റെ സർവദർശനവും സർവനോട്ടവും ഈ ലോകത്തെ ഖിയാമത്ത് നാൾ വരെ നടന്നുകൊണ്ടിരിക്കും. മാത്രമല്ല, ഖിയാമത്ത് നാൾ അതിനുശേഷം മഹ്ശറയിൽ പ്രവാചകന്റെ സാന്നിധ്യം ഉണ്ടാവുകയാണ്. വിശ്വാസിക്ക് അവിടെയൊക്കെ വലിയ തണലാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യം ഈ പ്രപഞ്ചം ഉണ്ടായത് മുതൽ തുടങ്ങിയതാണ്. പ്രപഞ്ചമുണ്ടാവുന്നതിന് മുമ്പ് തുടങ്ങിയതാണ്. പ്രപഞ്ചമുണ്ടാവാനുള്ള കാരണക്കാരൻ അവിടുന്നാണ്. ആ കാരണക്കാരൻ ഇല്ലാതെ, ആ നോട്ടക്കാരൻ ഇല്ലാതെ, ആ കാവൽക്കാരൻ ഇല്ലാതെ, ആ റിമോട്ട് കൺട്രോൾ ചെയ്യുന്ന റിമോട്ടർ ഇല്ലാതെ എങ്ങനെ ഈ പ്രപഞ്ചം നിലനിൽക്കും? പ്രപഞ്ചമുണ്ടാകുന്നതിന് മുമ്പുണ്ടായ പ്രവാചകൻ ഇല്ലാതെ എങ്ങനെ ഈ പ്രപഞ്ചം അവസാനിക്കും? എങ്ങനെ ഈ പ്രാപഞ്ചിക വിസ്മയങ്ങളൊക്കെ കത്തിയമരും? അപ്പോൾ എല്ലാം അവസാനിക്കുന്നത് വരെ ഒരു ഗുരുനാഥനെ പോലെ, ഒരു കൺട്രോളറെ പോലെ സ്വിച്ചും കൈപിടിച്ചിരിക്കുന്ന ഒരു നായകൻ ഉണ്ട്. അത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്.
ആ ഒരു പ്രവാചകനോടുള്ള സ്നേഹം, ആ ഒരു പ്രേമം, ആ പ്രേമബന്ധത്തിന്റെ തോതനുസരിച്ചാണ് നമ്മുടെ മനസ്സിലും ഹൃദയത്തിലും ആത്മാവിനുമൊക്കെ ആ മഹൽ സാന്നിധ്യം സന്നിവേശിപ്പിക്കപ്പെടുക എന്ന് ഓരോ വിശ്വാസികളും മനസ്സിലാക്കേണ്ടതുണ്ട്. എത്ര കണ്ട് സ്നേഹിക്കുന്നുവോ, എത്ര കണ്ട് അവിടത്തെ കുറിച്ച് പറയുന്നുവോ, എത്ര കണ്ട് അവിടത്തെ കുറിച്ച് മനസ്സിൽ കൊണ്ടുവരുന്നുവോ, എത്ര കണ്ട് അവിടത്തെ കുറിച്ച് ഓർക്കുന്നുവോ, എത്ര കണ്ട് അവിടുത്തെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നുവോ, എത്ര കണ്ട് അവിടുത്തെ ഒരു ഗുരുനാഥനായി സ്വീകരിക്കുന്നുവോ, അതിനനുസരിച്ചായിരിക്കും തന്റെ മനസ്സിൽ പ്രവാചകന്റെ സാന്നിധ്യം. തന്റെ മനസ്സിൽ പ്രവാചകന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ യാതൊന്നും ഭയപ്പെടാനില്ല, ഭൗതികമായൊരു സംഗതിയും ഭയപ്പെടാനില്ല, ആത്മീയമായൊരു സംഗതിയും ഭയപ്പെടാനില്ല. എല്ലാത്തിനും ഒരു തവക്കുലിന്റെ മനോഭാവം കടന്നുകൂടും മനസ്സിൽ. തവക്കുലിങ്ങനെ ശക്തിപ്പെടും, തവക്കുലിന്റെ ഭാഗം അങ്ങ് ശക്തിപ്പെടും. അങ്ങനെ നമുക്ക് നിർഭയം, നിഷ്പ്രയാസം അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുന്ന ഒരു പരിപൂർണ അടിമയായിട്ട് ജീവിക്കാനുള്ള സകല സാഹചര്യവും തൗഫീഖും അതിലൂടെ ഉണ്ടായിത്തീരും. അതിനുള്ള ഏറ്റവും വലിയ സിദ്ധൌഷധം മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന രണ്ട് സംഗതികളും, ഈ സ്വലാത്തും ഈ ഇസ്തിഗ്ഫാറും, ഈ സത്യത്തിൽ പ്രവാചകന്റെ സാന്നിധ്യം, അത് ഒരു രണ്ട് ഇതിനെ മുഫസ്സിറുകൾ വിശദീകരിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട റഈസുൽ മുഫസ്സിർ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, കാന ഫീഹിം അമാനാനി, അവരിൽ രണ്ട് അമാനുകളുണ്ട്, രണ്ട് നിർഭയത്വങ്ങൾ, രണ്ട് നിർഭയമായ സംഗതികൾ. ഒന്നെന്താ? അന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. മറ്റൊന്ന് വൽ ഇസ്തിഗ്ഫാർ, മറ്റൊന്ന് ഇസ്തിഗ്ഫാറാണ്. വദഹബൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭൗതിക ശരീര സാന്നിധ്യം ഇവിടെ നിന്ന് തൽക്കാലം അങ്ങോട്ട് നീങ്ങിയിട്ടുണ്ട്. വബഖിയൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാർ ഇവിടെ ശേഷിക്കുന്നുണ്ട്. അപ്പൊ ഇസ്തിഗ്ഫാർ ചൊല്ലലിലൂടെ നബിയുടെ മേലിലുള്ള സ്വലാത്തിലൂടെ പ്രവാചകനെ ഹൃദയത്തിൽ ഹാജരാക്കുന്നതിലൂടെ തന്റെ ഭൗതികവും ആത്മീയവുമായ സകലമായ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്, ഒരു രക്ഷാ കവചമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. സ്വലാത്ത് വർദ്ധിപ്പിക്കുവരെ ഇതിനൊക്കെയും മരുന്നായിട്ട് ഉള്ളൂ. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇനി മരിച്ചു പോയതിനു ശേഷം ഒന്നും തന്നെ ഇല്ലെന്ന് ചിന്തിക്കുന്നത് മൗഢ്യമാണ്. അത്തരത്തിലേക്കുള്ള ചില സൂചനകൾ അത് വിശാലമായ ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒരു മേഖലയാണ്. അതിന്റെ ഭൗതികവും അതിന്റെ അഖലിയും നഖലിയുമായ സംഗതികളൊക്കെ എടുത്തു ഉദ്ധരിച്ച് ചർച്ച ചെയ്യപ്പെടാൻ, അതൊക്കെ മറ്റൊരു സന്ദർഭങ്ങളിൽ നമുക്ക് വേണമെങ്കിൽ പഠിക്കാൻ അവസരമുണ്ടായെങ്കിൽ ഉപയോഗപ്പെടുത്താം. ഞാൻ സൂചനാത്മകമായി പറയുന്നു. ഇങ്ങനെ ഒരു വിഷയം പറഞ്ഞു വെച്ച് അതിനെക്കുറിച്ചൊന്നും സൂചിപ്പിക്കാതെ മുന്നോട്ട് പോകുന്നത് ശരിയെന്നില്ലെന്നുള്ളൊരു തോന്നലിൽ നിന്ന് ഞാനൊന്ന് പറയട്ടെ. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സത്യവിശ്വാസികളെ കുറിച്ച് തന്നെ പറയുന്നത് എന്താ? സത്യവിശ്വാസികളുടെ കരികെ ഇഹത്തിൽ പരിചയമുണ്ടായിരുന്ന കൂട്ടുകാര്, നമ്മുടെ ഈ ഭൂമി ലോകത്ത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ പരിചയമുണ്ടായിരുന്ന ആളുകളെങ്ങാനും താൻ മറപ്പെട്ട് കിടക്കുമ്പോൾ തന്റെ ഖബറിന്റെ അടുത്തു കൂടി നടന്നു പോവുകയാണെങ്കിൽ ആ വേളയിൽ ഖബറാളികൾ തിരിച്ചറിയും, നീ അസ്സലാമു അലൈക്കും ദാറ ഖൗമി മുഅ്മിനീൻ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ വ അൻതും സലഫ് വ നഹ്നു ഖലഫ് എന്നൊക്കെ നീ ഇങ്ങനെ പറയുമ്പോ അത് തിരിച്ചറിയുകയും ആ സലാം അടക്കാനും അവർക്ക് കഴിയുമെന്ന് പ്രബലമായ ഹദീസിലൂടെ, ഹദീസൊന്നും ഞാൻ വായിച്ച് സമയം കളയുന്നില്ല, എന്റെ സമയം ഇതാ അവസാനിക്കാൻ പോവുകയാണ്. അത്തരത്തിലുള്ള അധ്യാപനങ്ങൾ പറയുന്നുണ്ടല്ലോ. മാത്രമല്ല ഖബറിന്മേൽ ചവിട്ടുന്നതും ചാരിയിരിക്കുന്നതുമൊക്കെ നിരോധിച്ചുകൊണ്ട് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഹദീസുകളുണ്ടല്ലോ. അതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട സംഗതി എന്താ? ഖബറാളികളായ ആളുകളെ ഒരിക്കലും ഉപദ്രവിക്കാൻ പാടില്ല. അവരവിടെ സാധാരണക്കാരായ ആളുകൾ പോലും ഖബറിൽ കേൾവിയും ബോധവും ഒക്കെ ഉള്ള അവസ്ഥയിൽ അവർ സുഖവും ദുഃഖവും ഒക്കെ സന്നിവേശിപ്പിക്കപ്പെട്ട രീതിയിൽ അവരാ ഖബർ ഷരീഫിൽ ഇങ്ങനെ ജീവിക്കുകയാണെന്നാണല്ലോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനങ്ങളും വിശുദ്ധ ഖുർആനിന്റെ ഒട്ടനവധി ആയത്തുകളുടെ ചിന്തകളും നമുക്ക് നൽകുന്നത്. അപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
കുറിച്ച് ഇത് തോത് വെച്ച് പിടിക്കുമ്പോ പ്രവാചകൻ ആരാണ്? ഇനി മാത്രമല്ല ശുഹദാക്കളായ ആളുകൾ ലാ തഖൂലൂ ലിമൻ യുഖ്തലു ഫീ സബീലില്ലാഹി അംവാതൻ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം. ശുഹദാക്കളായി മരിച്ചുപോയ ആളുകൾ പോലും അവർ ജീവിച്ചിരിക്കുന്നവരാണ്, അവരെ കുറിച്ച് മരിച്ചു എന്ന് നിങ്ങൾ പറയുക പോലും ചെയ്യരുതെന്ന് വിശുദ്ധ ഖുർആനിന്റെ താക്കീതിലൂടെ നാം മനസ്സിലാക്കേണ്ടത് എന്താ? മരണത്തോടുകൂടി എല്ലാം അസ്തമിക്കുന്നു എന്ന ചിന്ത മൗഢ്യമാണ്. അതുപോലെ തന്നെ പ്രവാചകന്മാർ, മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉൾപ്പെടെ മുൻകാല പ്രവാചകന്മാരുടെ ഒക്കെ ചരിത്രത്തിലേക്ക് എടുത്തു നോക്കിയാൽ പ്രവാചകന്മാർ ഖബറിൽ ജീവിച്ചിരിക്കുന്നുവെന്നും അവരുടെ ശരീരം നശിക്കുകയില്ലെന്നും പറയുമ്പോൾ സാധാരണക്കാരിൽ നിന്ന് ഭിന്നമായ ഒരു അവസ്ഥയിലല്ലേ ഈ പറയുന്ന പ്രവാചകന്മാരൊക്കെ നിലകൊള്ളുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടല്ലോ. ഉണ്ട്. മഹാന്മാരായ പ്രവാചകന്മാരുടെ ഒക്കെ തന്നെ ജീവിതം എടുത്തു നോക്കിയാൽ നമുക്ക് കാണാം. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്നിവർ നിസ്കരിക്കുന്നതും കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നതുണ്ട്. ഞാൻ ഹദീസൊക്കെ ഇങ്ങനെ എന്റെ മുമ്പിൽ കണ്ടുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതൊക്കെ അവരൊക്കെ ഈസാ നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്നിവരൊക്കെ നിസ്കരിക്കുന്നതിനെ കുറിച്ച് ബർസഖിയായ ലോകത്ത് നിസ്കരിച്ചത് കണ്ടതായിട്ടൊക്കെയുള്ള ഹദീസുകൾ. യൂനുസ് നബി അലൈഹിസ്സലാം തൽബിയത്ത് ചൊല്ലുന്നതായിട്ടുള്ള ചർച്ച ഉണ്ടല്ലോ. യൂനുസ് നബി അലൈഹിസ്സലാം തൽബിയത്ത് ചൊല്ലുന്നു എന്ന് പറയുന്ന ചർച്ചയില്ലേ? ഉണ്ട്. അങ്ങനെ അത് ഞാൻ കണ്ടു എന്ന് നബി വചനവും ഒക്കെ പ്രവാചകന്റെ ഇസ്രാ മിഅ്റാജിന്റെ ഒക്കെ യാത്രയിൽ കണ്ടതായിട്ടുള്ള ചർച്ചകളിൽ ഇതൊക്കെയും കടന്നു പോകുന്നുണ്ട്. മാത്രമല്ല മസ്ജിദുൽ അഖ്സയിൽ എല്ലാവരും ഒരുമിച്ച് കൂട്ടിയ സംഗതികൾ, അതങ്ങനെ ഇതൊക്കെ ഹദീസ് ഒരുപാട് വിശദീകരിച്ച് ഓരോന്നും ഓരോ മണിക്കൂറുകൾ സംസാരിക്കേണ്ടുന്ന വിഷയങ്ങളായതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. അപ്പോ അതുപോലെ നമുക്ക് 50 വഖത്ത് നിസ്കാരം കിട്ടിയ സംഗതിയും ഇസ്രാ മിഅ്റാജിൽ സംഭവിച്ച സംഗതികളൊക്കെ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് പ്രവാചകന്മാരൊക്കെ ബർസഖിയായ ലോകത്ത് അവരുടെ ശരീരത്തിന് പോലും ഒരു കേടും സംഭവിക്കാതെ ഇന്നല്ലാഹ ഹറമ അജ്സാദൽ അംബിയാഇ അലൽ അർദ് എന്നോ എങ്ങനെ ഹദീസുണ്ട്. ഹദീസ് ഞാൻ ഓർക്കുന്നില്ല. ഏതായിരുന്നാലും സമാനമായ അർത്ഥമുള്ള ഹദീസ് ഉണ്ടല്ലോ. പ്രവാചകന്മാരുടെ അജ്സാദുകൾ നരകം മണ്ണ് തിന്നുകയില്ലെന്ന് തോന്നിപ്പിക്കുന്ന ഹദീസ് ഉണ്ടല്ലോ. ഞാനത് നോക്കി വെക്കാത്തത് കൊണ്ട് ഞാനത് അങ്ങോട്ട് പറയുന്നില്ല. ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബർസഖിയായ ലോകത്ത് കർമ്മനിരതനാണെന്ന് നമുക്ക് ഇതിലൂടെ പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കർമ്മനിരതനാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബർസഖിയായ ലോകത്ത് തന്നെ കർമ്മനിരതനാണെന്ന് ഇതിലൂടെയൊക്കെ നമ്മെ മനസ്സിലാക്കി തരികയാണ്. നാനാ ലോകത്തേക്കും പ്രവാചകന്റെ കണ്ണും കാതുമുണ്ട്. അവിടുന്ന് സലാം പറയുന്നത് മുഴുവനും കേൾക്കുന്നുണ്ട്. ജീവിതകാലത്ത് പ്രവാചകൻ തന്റെ മുമ്പിലുള്ള താൻ ജീവിച്ച തന്റെ പരിസരത്തുള്ള മുഴുവൻ മനുഷ്യർക്കും ഇതര ജീവികൾക്കുമൊക്കെ എങ്ങനെയാണോ അനുഗ്രഹമായി ജീവിച്ചതെങ്കിൽ എന്നതുപോലെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണത്തിന് ശേഷവും സത്യവിശ്വാസികൾക്ക് വലിയ റഹ്മത്തും കാരുണ്യവും ചൊരിഞ്ഞുകൊണ്ട് നമ്മുടെ കൂടെയുണ്ട്. ഇതൊക്കെ വളരെ വ്യക്തമായി നമുക്ക് വിശുദ്ധ ഹദീസിലൂടെയൊക്കെ പരതിയാൽ അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന സംഗതികളാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബർസഖിയ ലോകത്താകുമ്പോഴും നമ്മിലുണ്ടാവേണ്ടതുണ്ട്, നമ്മിലേക്ക് സാംശീകരിച്ചെടുക്കേണ്ടതുണ്ട്, നമ്മിൽ പ്രവാചകനെ കുടിയിരുത്തേണ്ടതുണ്ട്. അതാണ് പ്രവാചകന്റെ മരണം എന്നത് നമുക്കൊരു നഷ്ടമല്ല. മരണം എന്നത് ഒരു അനുഗ്രഹമായിട്ടാണ് ഹദീസുകളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. മഹാനായ പ്രവാചകൻ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസ്വിലാത്തു വൽ ബിശർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചൊരു ഹദീസ് ഞാൻ ഈ സമയത്ത് ഓർത്തുപോവുകയാണ്. ഹയാത്തി ഖൈറുൽ ലക്കും തുഹദ്ദിസൂന വയുഹദ്ദിസു ലക്കും വഫാത്തി ഖൈറുൽ ലക്കും തുഅറദു അഅമാലുക്കും അലയ്യ ഫമാ റഅയ്തു മിൻ ഖൈരിൻ ഹമിദുല്ലാഹ്
വമാ റഅയ്തു മിൻ ശർരിൻ ഇസ്തഗ്ഫർതു ലക്കും. വളരെ വിശാലമായ ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒരു ഹദീസാണ്. എന്റെ ജീവിതം നിങ്ങൾക്ക് അനുഗ്രഹമാണ്. ഹയാത്തി ഖൈറുൽ ലക്കും. ജീവിതം, എന്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്. ഖൈറായല്ലോ 23 സംവത്സരം കൊണ്ട് ഈ മനുഷ്യ മക്കളെ മുഴുവനും വലിയൊരു സാംസ്കാരിക ലോകത്തേക്ക് ഉയർത്തിക്കൊണ്ടു പോകാനുള്ള വലിയ ഒരു കർമ്മ പദ്ധതിയുമായിട്ട് മാനവിക സമൂഹത്തിന് മുഴുവനും വഴികാട്ടിയും വെളിച്ചവുമായിട്ട് മുന്നിൽ നിന്നു മഹാനായ പ്രവാചകൻ. അങ്ങനെ അതിന്റെ ആത്മീയമായ ഒട്ടനവധി വശങ്ങൾ നമുക്ക് ചർച്ച ചെയ്യപ്പെടാൻ പറ്റും. മരണവും നിങ്ങൾക്ക് അനുഗ്രഹമാണ്. നിങ്ങളോട് സംസാരിക്കും, നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും, നിങ്ങളോട് സംസാരിക്കപ്പെടുന്നു, നിങ്ങൾക്ക് വേണ്ടിയും സംസാരിക്കുന്നു. ഇതൊക്കെയും പ്രവാചകന്റെ മരണശേഷവും നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്നോട് സംസാരിക്കുന്നതിന് ഞാൻ മറുപടി പറയുന്നു എന്നാണ് അതിന്റെ അർത്ഥം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നതിന് ഞാൻ സ്നേഹം നൽകുന്നു എന്നാണ് അതിന്റെ അർത്ഥം. നിങ്ങൾ എന്നെ കരുണാമയമായ മനസ്സുകൊണ്ട് നോക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കരുണ ചൊരിയും. അത് റഊഫും റഹീമും എന്ന് വിശേഷിപ്പിക്കപ്പെട്ട മഹാനായ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അന്യമല്ലല്ലോ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ മരണവും നിങ്ങൾക്ക് അനുഗ്രഹമാണ് എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ആ ഹദീസിന്റെ ബാക്കി ഭാഗം നോക്കൂ. ഫമാ റഅയ്തു മിൻ ഖൈരിൻ, ഞാൻ നിങ്ങളിൽ നിന്നൊരു നന്മയിൽ നിന്ന് വല്ലതും കണ്ടാൽ, ഫമാ റഅയ്തു മിൻ ഖൈരിൻ, നന്മയാൽ ഞാൻ കണ്ട ഒന്ന്, ഹമിദുല്ലാഹ്, അതിന് ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കും. നിങ്ങളൊരു സൽക്കർമ്മം ചെയ്താൽ ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കും. വമാ റഅയ്തു മിൻ ശർരിൻ, ഷർറിനാൽ വല്ലതും ഞാൻ നിങ്ങളിൽ നിന്ന് കണ്ടാൽ, ഇസ്തഗ്ഫർതു ലക്കും, നിങ്ങൾക്ക് ഞാൻ പൊറുക്കലിനെ തേടുമെന്ന്. അപ്പോൾ ആ കണക്ഷൻ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ എത്രമേൽ റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ നോട്ടമാണ് മദീനയിലെ പച്ചക്കുബ്ബയുടെ ചുവട്ടിൽ കിടന്നുകൊണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാ കാര്യകാരണങ്ങളും ഈ ഭൂമി ലോകത്ത് നിന്ന് മുറിഞ്ഞു പോകുന്നുണ്ടെങ്കിലും മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് പറയുന്ന ആ കാരണം ഇവിടെ നിന്ന് നഷ്ടപ്പെടുന്നില്ല, മുറിഞ്ഞു പോകുന്നില്ല എന്ന് തന്നെയാണ് വിശുദ്ധ ഖുർആനും തിരുഹദീസും പ്രമാണങ്ങളൊക്കെയും നമ്മെ പഠിപ്പിക്കുന്നത്. കുല്ലു സബബിൻ വനസബിൻ യൻഖതിഉ യൗമൽ ഖിയാമ, എല്ലാ സബബുൻ നസബും യൗമൽ ഖിയാമത്തിൽ അത് മുറിഞ്ഞു പോകും. ഇല്ലാ സബബി വനസബി, എന്റെ സബബും എന്റെ നസബും അല്ലാതെ. പ്രവാചകനെ സ്നേഹിക്കാൻ, പ്രവാചകന്റെ അനന്തരഗാമികളായ സയ്യിദന്മാരെ, അവിടുത്തെ ആ അഹ്ലുബൈത്തിനെ ഒക്കെ സ്നേഹിക്കാനുള്ള അധ്യാപനങ്ങൾ അതിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോടൊപ്പമുണ്ട്. ഇനി പ്രവാചകനുണ്ട് എന്നതിന് വിശുദ്ധ ഖുർആനും ഹദീസും പണ്ഡിത മഹത്തുക്കളുടെയും ഒക്കെ അധ്യാപനങ്ങളുടെ ഇങ്ങനെ പരതിയാൽ പലതും നമുക്ക് വായിക്കാനും പഠിക്കാനും അറിയാനും സാധിക്കും. ഞാൻ ഒരു പ്രസംഗ രൂപത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തിൽ നമ്മളിങ്ങനെ പറയൽ മാത്രമല്ലാതെ ഒരു കാവ്യവചനവും കൂടി സന്ദർഭത്തിൽ ചൊല്ലിയാൽ അത് നന്നാവുമെന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ്. ബഹുമാനപ്പെട്ട സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർസഖി ജീവിതത്തെപ്പറ്റി ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹു പാടുന്നു, തവാത്തറത്തിൽ അദില്ലതു വന്നുഖൂലു ഫമാ യുഹ്സിൽ മുസന്നിഫു മാ യഖൂലു ബിഅന്നൽ മുസ്തഫ ഹയ്യുൻ തരിയുൻ ഹിലാലുൽ ലൈസ യത്റുഖുഹു ഉഫൂലു വസൗമുൻ സുമ്മ ഹജ്ജുൻ കുല്ല ആമിൻ യജൂസു അലൈഹി ബൽ ലാ യസ്തഖീലു യുതഖിറു ലിസ്സലാത്തി ബിമാഇ ഗൈസിൻ വയഖ്ദിഹാ കദാ വറദ ദലീലു കദൽ അഅമാലു തുറദു കുല്ല യൗമിൻ അലൈഹി ഫയസുറു ബിഹർ റസൂലു അലൈഹി ഫയസുറു ബിഹർ റസൂലു. ഇങ്ങനെ നീണ്ടുപോകുന്നു ആ കാവ്യവചനം. ഞാനതിന്റെ സാരാംശം അല്പം പറഞ്ഞ് ആ ഭാഗം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. തവാത്തറത്തിൽ അദില്ലതു വന്നുഖൂലു, തെളിവുകളും ഉദ്ധരണികളുമൊക്കെ നഖലുകളും ഒക്കെ അനിഷേധ്യമായി തെളിയിക്കപ്പെടുന്നു. ഫമാ യുഹ്സിൽ മുസന്നിഫു മാ യഖൂലു, രചയിതാവ് ഇമാം ഇബ്നു ഹജർ അൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി വളരെ വ്യക്തമായി അത് പറയുന്നു. ബിഅന്നൽ മുസ്തഫ ഹയ്യുൻ ത്വരിയുൻ, നിശ്ചയം മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹയ്യുൻ ത്വരിയാണ്, മാംസത്തോടെ ജീവിച്ചിരിക്കുന്നവരാണ്. ഹയ്യുൻ ത്വരിയുൻ എന്ന് പറഞ്ഞാൽ
മാംസളമായ രീതിയിൽ മഹാനായ പ്രവാചകൻ ജീവിച്ചിരിക്കുകയാണ്. ഹിലാലുൻ ലൈസ യതുറുഖുഹു ഉഫൂലു, ഹിലാലുൻ ലൈസ യതുറുഖുഹു ഉഫൂലു, അത് അസ്തമയമില്ലാത്ത ഒരു ചന്ദ്രനാണ്. എന്നിട്ട് പ്രവാചകനെ കുറിച്ച് ഇങ്ങനെ പറയുകയാണ്. പ്രവാചകന്റെ ബർസഖിയായ ലോകത്ത് എങ്ങനെയാണ് റസൂലുള്ളാഹി കഴിയുന്നത്? വസൗമുൻ സുമ്മ ഹജ്ജുൻ കുല്ല ആമിൻ യജൂസു അലൈഹി ബല്ലാ യസ്തഖീലു, നോമ്പും എല്ലാ വർഷത്തെ ഹജ്ജും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അനുവദനീയമാണ്. അതൊന്നും ലാ യസ്തഖീലു, ലാ യസ്തഖീലു, അതെന്തല്ല, അത് അസംഭവ്യമല്ല, മുസ്തഹീലല്ല. പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും മുസ്തഹീലല്ല. യുതഖിറു ലിസ്വലാത്തി ബിമാഇ ഗൈസിൻ, മഴവെള്ളം കൊണ്ട് പ്രവാചകന് വുദുവെടുക്കും. വയഖ്ലീഹാ കദാ വറദദ്ദലീലു, വയഖ്ലീഹാ കദാ വറദദ്ദലീലു, അങ്ങനെ നിസ്കാരം പ്രവാചകൻ നിർവഹിക്കും. ഇങ്ങനെയൊക്കെ ദലീല് വന്നിട്ടുണ്ട്, തെളിവുണ്ട്. കദാ വറദദ്ദലീലു, ഇപ്രകാരമൊക്കെ ദലീല് വന്നിരിക്കുന്നു. കദല്ലഅമാലു തുറദു കുല്ല യൗമിൻ അലൈഹി ഫയസുറു ബിഹർ റസൂലു, കദല്ലഅമാലു തുറദു കുല്ല യൗമിൻ, എല്ലാ ദിവസവും ഉമ്മത്തിന്റെ പ്രവർത്തനങ്ങൾ പ്രവാചകന്റെ മുമ്പിൽ വെളിവാക്കപ്പെടും. അലൈഹി ഫയസുറു ബിഹർ റസൂലു, ഫയസുറു ബിഹർ റസൂലു, അതുകൊണ്ട് പ്രവാചകൻ സന്തോഷിക്കും. കദല്ലഅമാലു തുറദു കുല്ല യൗമിൻ അലൈഹി, അലൈഹി കയ്യസുറു ബിഹർ റസൂലു എന്നും ഉണ്ട്. അങ്ങനെ ഫഇൻ കാനത് സ്വലാഹൻ ഖാമ യദ്ഉ ഇലൽ മൗലാ വയസ്മഉ മാ യഖൂലു, നന്മയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അല്ലാഹു ആ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യുന്നു. വഇല്ലാ ഗൈറ ദാലിക ഫഹുവ യദ്ഉ ഇലൽ മൗലാ ഫഖദ് സഫഹൽ ജലീലു, വഇല്ലാ ഗൈറ ദാലിക ഫഹുവ യദ്ഉ ഇലൽ മൗലാ ഫഖദ് സഫഹൽ ജലീലു. വഇല്ല, അങ്ങനെ അല്ലെങ്കിൽ, നന്മയല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ അല്ലാഹുവിനോട് ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതല്ലേ നേരത്തെ ഹദീസിൽ നമ്മൾ പറഞ്ഞത്? എന്താ പറഞ്ഞത്? ഫമാ റഅയ്തു മിൻ ഖൈരിൻ ഹമിദുല്ലാഹ് വമാ റഅയ്തു മിൻ ശർരിൻ ഇസ്തഗ്ഫർതു ലക്കും, തെറ്റാണ് നിങ്ങൾ ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പൊറുക്കലിനെ തേടും. ബർസഖിയായ ലോകത്ത് വെച്ച് പ്രവാചകൻ ചെയ്യുമെന്നാണ് ഈ പറയുന്നത്. മരണശേഷത്തെ കഥയാണ് ഈ പറയുന്നത്. ഇനി ഇതാ പറയുന്നു, വഫിൽ ഖബരി ശരീഫി തറാഹു ഹയ്യൻ ഇലാ കുല്ലിൽ ബിഖാഇ ലഹു വുസൂലു, വഫിൽ ഖബരി ശരീഫി തറാഹു ഹയ്യൻ ഇലാ കുല്ലിൽ ബിഖാഇ ലഹു വുസൂലു, വഫിൽ ഖബരി, ഖബർ ഷരീഫിൽ തറാഹു ഹയ്യൻ, പ്രവാചകനെ നിനക്ക് ജീവിച്ചിരിക്കുന്നതായിട്ട് കാണാം. ഇലാ കുല്ലിൽ ബിഖാഇ ലഹു വുസൂലു, ഇലാ കുല്ലിൽ ബിഖാഇ ലഹു വുസൂലു, എന്താണ് അർത്ഥം? ഇലാ കുല്ലിൽ ബിഖാഇ ലഹു വുസൂലു, നിനക്ക് എല്ലാ സ്ഥലത്തേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബന്ധമുണ്ടെന്ന് നിനക്ക് കാണാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ സ്ഥലത്തേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ബന്ധമുണ്ട്. അതുകൊണ്ട് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബർസഖിയായ ലോകത്താണെങ്കിലും നമുക്ക് എപ്പോഴും കരഗതമാക്കാൻ, പ്രവാചകൻ നമ്മെ ഓരോരുത്തരെയും എപ്പോഴും വീക്ഷിക്കാൻ, പ്രവാചകന് നമ്മെ അങ്ങോട്ട് ലഭ്യമാവാനും പ്രവാചകനെ നമുക്ക് ഇങ്ങോട്ട് ലഭ്യമാകാനുമുള്ള എല്ലാ മാധ്യമങ്ങളും തുറന്നു വെച്ചിട്ടുണ്ടെന്ന് ഈ അധ്യാപനങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇലാ കുല്ലിൽ ബിഖാഇ ലഹു വുസൂലു, ഇലാ കുല്ലിൽ ബിഖാഇ ലഹു വുസൂലു, എല്ലാ സ്ഥലത്തേക്കും നബിക്ക് ബന്ധമുണ്ട്, എത്തിച്ചേരാനുള്ള മാധ്യമമുണ്ട്. വകുല്ലുൽ അംബിയാഇ കദാക ഹഖ്ഖൻ ബിഅജ്സാദിൻ ലഹും ദില്ലുൻ ദലീലു, സത്യമായും ഇപ്രകാരമാണ് എല്ലാ പ്രവാചകന്മാരും. ശരീഅത്തോടുകൂടി അവർക്ക് ദീർഘകാല ജീവിതമുണ്ട്. ശരീഅത്തോടുകൂടി തന്നെ മഹാന്മാരായ പ്രവാചകന്മാർ മുഴുവനും ജീവിക്കുന്നു. ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും
ഖബറിൽ അതുപോലെ ജീവിക്കുന്നു എന്നാണ് ഇതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. ഇതിനൊക്കെയും ഏറ്റവും ഉപോത്ബലകമായിട്ടുള്ളത് നമുക്ക് വേണ്ടത്, ഇതൊക്കെ സാധിച്ചെടുക്കാൻ നമുക്ക് പ്രവാചകനോടുള്ള അധമ്യമായ സ്നേഹവും അവിടത്തോടുള്ള ഇഷ്ടവും മഹബത്തും നമ്മുടെ ഹൃദയത്തിൽ സജീവമാവുക എന്നുള്ളതാണ്. മനസ്സ് അള്ളാഹുവിനും റസൂലിനുമായിട്ട് സജീവമായി നിലനിൽക്കുക എന്നതാണ്. ഇത് മാത്രമാണ് ഇതിന് അഭികാമ്യമായിട്ടുള്ളത്. ഇനി എന്റെ സമയം എത്ര കണ്ടുണ്ട് എന്ന് എനിക്കറിയുന്നില്ല. ഏതായിരുന്നാലും ഒരു സ്നേഹത്തിന്റെ ഒരു സ്നേഹപ്രകടനം നമുക്ക് ചർച്ച ചെയ്തുകൊണ്ട് ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച് നമ്മുടെ ഇങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ അവന്റെ അടുക്കൽ ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഈ വ്യാഴാഴ്ച ദിവസവും തിങ്കളാഴ്ച ദിവസവുമൊക്കെ സൽക്കർമ്മങ്ങളൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ പ്രത്യേകം ഹാജരാക്കപ്പെടുമെന്ന ആ ഹദീസിന്റെ ആ ഒരു ഓരത്ത് നിന്നുകൊണ്ട് നമുക്ക് സംതൃപ്തി അടയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കബൂൽ ചെയ്യുമാറാവട്ടെ, നമ്മുടെ സൽക്കർമ്മങ്ങളെല്ലാം സ്വീകരിക്കുമാറാവട്ടെ. പറയലും കേൾക്കലും അറിയലും പഠിക്കലും ഒക്കെ അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. നമുക്കെല്ലാവർക്കും സുപരിചിതനായ ഒരു സഹാബി നമുക്കറിയാമല്ലോ, റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു തആല അൻഹു. സദാസമയവും പ്രവാചകന്റെ കൂടെ പ്രവാചകന് വേണ്ടുന്ന ഖിദ്മത്ത് ചെയ്ത്, എങ്ങനെയുള്ള ഖിദ്മത്താ പ്രവാചകന്റെ അദ്ദേഹത്തിന്റെ ഖിദ്മത്തിനെ കുറിച്ച് തന്നെ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അവിടെ നിന്ന് മിസ്വാക്ക് കൊണ്ടുകൊടുക്കല്, അവിടെ നിന്ന് ഒന്നുകൊടുക്കാനുള്ള വെള്ളം കൊണ്ടുകൊടുക്കല്, അങ്ങനെയുള്ള ചെറിയ ചെറിയ ഖിദ്മത്തുകളുമായിട്ട് പ്രവാചകന് ഒത്താശകൾ ചെയ്തു കൊടുത്തിരുന്ന ഒരു പരിചാരകനായിരുന്നു ബഹുമാനപ്പെട്ട റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു തആല അൻഹു. മഹാനവറുകൾ ഒരു ദിവസം അംഗസ്നാനം എടുക്കാൻ വേണ്ടി വുദുവെടുക്കാൻ വേണ്ടിയുള്ള വെള്ളവുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിച്ചപ്പോൾ റബീഅ റളിയല്ലാഹു തആല അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്ന് ഏതായാലും റബീഅക്കൊരു സമ്മാനം നൽകണം, അല്ലെങ്കിൽ ഇന്ന് റബീഅയെ ഒന്ന് സന്തോഷിപ്പിക്കണം എന്ന അർത്ഥത്തിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയാണ്, റബീഅ, എന്ത് വേണമെങ്കിലും ചോദിച്ചുകൊള്ളുക, എന്നോട് ചോദിക്കുക, എന്താണോ നിന്റെ ആവശ്യമെങ്കിലും ചോദിക്കുക. എന്നിങ്ങനെ ഒരു സുപ്രഭാതത്തിൽ മഹാനായ റബീഅ റളിയല്ലാഹു തആല അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോ, സദാസമയവും തന്നെ പരിചരിക്കുന്ന റബീഅ റളിയല്ലാഹു തആല അൻഹുക്ക് പ്രത്യുപകാരം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉദ്ദേശിക്കുകയാണ്. എന്ത് വേണമെങ്കിലും ചോദിച്ചുകൊള്ളാൻ പറഞ്ഞു. ആകാശത്തിൽ നിന്നും അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ ബഹുമാനപ്പെട്ട റബീഅ റളിയല്ലാഹു തആല അൻഹുവിന്റെ നേർക്കിങ്ങനെ തുറക്കപ്പെടുകയാണ്. ഒരു അസുലഭ മുഹൂർത്തം അവിടെ നടക്കുകയാണ്. ഒരു അനുഗ്രഹത്തിന്റെ, ഒരു സൗഭാഗ്യത്തിന്റെ നിമിഷം അവിടെ നടക്കുകയാണ്. അവിടെ നിന്ന് നേരെ തുറക്കപ്പെട്ട അനുഗ്രഹങ്ങൾ തുറക്കപ്പെട്ട ആ ഒരു രാത്രിയിൽ മഹാനായ റബീഅ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടത് എന്താണെന്നറിയുമോ? അസ്അലുക മുറാഫഖതകൽ ജന്ന, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. എനിക്ക് അങ്ങോടൊപ്പം സ്വർഗത്തിൽ സഹവാസമുണ്ടാവണം, സ്വർഗത്തിൽ സഹവാസമുണ്ടാവണം. എന്താണ് ചോദിക്കുന്നത്? സ്വർഗത്തിലേക്ക് എനിക്ക് അങ്ങയുടെ കൂടെയുള്ള സഹവാസം ഉണ്ടാവണം എന്ന അർത്ഥത്തിൽ മഹാനായ റബീഅ റളിയല്ലാഹു തആല അൻഹു എന്ത് വേണമെങ്കിലും ചോദിക്കാൻ ആവശ്യപ്പെട്ട മുഹൂർത്തം നഷ്ടപ്പെടുത്താതെ അങ്ങോട്ട് ചോദിച്ചപ്പോൾ പ്രവാചകൻ വീണ്ടും അദ്ദേഹത്തെ ഒന്ന് ക്ഷമ പരിശോധിക്കാൻ വേണ്ടി പറയുകയാണ്, ഔ ഗൈറ ദാലിക്, വേറെന്തെങ്കിലും വേണോ? ഫഖുൽതു, അപ്പോൾ റബീഅ പറയുന്നു, ഹുവ ദാ, അത് ഇതാണ്, ഇത് മാത്രമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, ഫഇന്നി അലാ നഫ്സിക ബികസറത്തി സുജൂദ്, ഫഇന്നി, അപ്പോൾ എന്നെ നീ സഹായിക്കുക, അലാ നഫ്സിക, നിന്റെ സ്വന്തത്തിന്റെ മേൽ ബികസറത്തി സുജൂദ്, സുജൂദിനെ വർദ്ധിപ്പിക്കലുകൊണ്ട് നീ എന്നോട് സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് എന്നോട് സഹകരിക്കണം എന്ന് മഹാനായ റബീഅ റളിയല്ലാഹു തആല അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സമ്മാനമായിട്ട് നൽകുകയാണ്. അപ്പോൾ സുജൂദിലായിക്കൊണ്ട് നീ കഴിയുക, എന്റെ മുറാഫഖ നിനക്ക് സ്വർഗത്തിൽ ലഭിക്കും എന്ന് അർത്ഥത്തിൽ മഹാനായ റബീഅ റളിയല്ലാഹു തആല അൻഹുവിനെ സമാധാനിപ്പിക്കുകയാണ്.
ഇവിടെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിൽ താലോലിച്ചു കൊണ്ട് നടന്നവർക്ക് പ്രവാചകന്റെ സഹവാസം കിട്ടും, തീർച്ചയാണ്. അതിനെയൊക്കെ തോന്നിപ്പിക്കുന്ന, പഠിപ്പിക്കുന്ന, ദ്യോതിപ്പിക്കുന്ന ഒട്ടനവധി ആയത്തുകളും ഹദീസുകളും ഒക്കെ നമ്മുടെ മുമ്പിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ടല്ലോ. നമ്മുടെ വിഷയം ഇതിനൊക്കെ ഏറ്റവും നല്ല ഔഷധം, സിദ്ധൌഷധം അത് സ്വലാത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലലാണ്. സ്വലാത്തിലൂടെ മാത്രമേ ഇന്നത്തെ ഈ യുഗത്തിൽ പ്രവാചകന്റെ ഈ സാന്നിധ്യം, ഭൗതിക സാന്നിധ്യം ഇല്ലാത്ത ഈ യുഗത്തിൽ നമുക്ക് പ്രവാചകനിലേക്ക് എത്തിപ്പെടാൻ ഏറ്റവും നല്ല ഔഷധം അത് സ്വലാത്ത് മാത്രമാണ്. ആ സ്വലാത്തിലൂടെ മാത്രമാണ് അവിടുത്തെ ഇഷ്ടം വെക്കാനും സ്നേഹിക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ. ആ സ്നേഹത്തിലൂടെ മാത്രമേ പ്രവാചകന്റെ സാമീപ്യവും ഭൗതികവും ആത്മീയവുമായ ലോകത്ത് നമുക്ക് ലഭിക്കുകയുള്ളൂ. അത് പ്രവാചകൻ തന്നെ ഏറ്റെടുത്ത സംഗതിയാണ്. ദുനിയാവിലും ആഖിറത്തിലും എന്നോട് അവർക്ക് ഏറ്റവും ബന്ധപ്പെട്ടവൻ ഞാൻ തന്നെയാണ്. പക്ഷേ അങ്ങോട്ട് ബന്ധം വേണം, ഇങ്ങോട്ട് ബന്ധം വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ടും ബന്ധം വേണമല്ലോ. ഒരു കണക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുമ്പോഴല്ലേ സ്നേഹം എന്ന് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ. പ്രവാചകൻ സ്നേഹിച്ച് തന്റെ അടിമകളെ സ്നേഹിച്ച് മരണമാസന്നമായ സമയത്ത് പോലും ഈ അടിമകളെക്കുറിച്ച്, ഈ ഉമ്മത്തിനെ കുറിച്ചാണ് സംസാരിച്ചത്, ഉമ്മത്തിനെ കുറിച്ചാണ് പറയാനുണ്ടായിരുന്നത്. അങ്ങനെ ഉമ്മത്തിനെ ഇത്രമേൽ ഇങ്ങോട്ട് സ്നേഹിച്ചെങ്കിൽ, കരുണാമയമായ ദർശനം കൊണ്ട് നമ്മെ തലോടിയെങ്കിൽ നമുക്ക് അങ്ങോട്ട് ആ പരിഗണന മനസ്സിലുണ്ടാകുമ്പോഴാണ് അത് സാധിക്കുക. അതിന് സ്വലാത്ത് മാത്രമാണ് അഭികാമ്യമായിട്ടുള്ളത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ സ്വലാത്ത് ചൊല്ലിയവരെ, സ്വലാത്തിന് വില കൽപ്പിച്ചവരെ, സ്വലാത്തിനെ മാനിച്ചവരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങേയറ്റം ആദരിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവരൊക്കെ ഹദീസ് കൂടി പറഞ്ഞുകൊണ്ട് എന്റെ സമയം അവസാനിക്കുന്നതോടുകൂടി ഞാൻ നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വേള അന്നഹു കാന ജാലിസൻ ഫിൽ മസ്ജിദി, അദ്ദേഹം പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഫദഖല അലൈഹി ശാബ്ബുൻ, അപ്പോൾ ഒരു പുരുഷൻ അങ്ങോട്ട് കടന്നു വന്നു. ഫഅല്ലമഹു, അപ്പോൾ നബി അദ്ദേഹത്തെ ബഹുമാനിച്ചു. വഅജ്ലസഹു ബിജംബിഹി ഫൗഖ അബീ ബക്കർ റളിയല്ലാഹു തആല അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനെ പിടിച്ചിരുത്തി പ്രവാചകന്റെ അരികത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ ഇരിക്കുന്ന സന്ദർഭം ഒരു ചെറുപ്പക്കാരൻ, ഒരു യുവാവ് ഇങ്ങോട്ട് കടന്നു വരികയാണ്. ആ പ്രവാചകനെ പ്രത്യേക ഒരു ബഹുമതിയോടുകൂടി പ്രവാചകനെ സ്വീകരിക്കുന്നു. എന്നിട്ട് പ്രവാചകനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവും ഇരിക്കുന്നതിന്റെ ഇടയിൽ, മനസ്സിലാക്കണം, പ്രസിഡന്റും സെക്രട്ടറിയും ഇരിക്കുന്നതിന്റെ ഇടയിൽ, പ്രസിഡന്റും സെക്രട്ടറിയും ഇരിക്കുന്നതിന്റെ ഇടയിൽ ഒരാളെ ഇരുത്തുമോ? അതെന്തെങ്കിലും പ്രത്യേക ആദരവുള്ള, പ്രത്യേക പരിഗണനയുള്ള, പ്രത്യേക ഔന്നിത്യമുള്ള ആ ഫംഗ്ഷന്റെ അല്ലെങ്കിൽ ആ ഒരു സംഗമത്തിന്റെ എന്തെങ്കിലും ഒരു ഇഫ്തിതാഹിനോ എന്നൊക്കെ കടന്നു വന്നവരല്ലാതെ പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും ഇടയിൽ ഒരാളെ ഇരുത്തുന്ന സ്വഭാവം ഇന്നത്തെ ഈ ഭൗതിക സാഹചര്യത്തിൽ നമുക്കൊന്നും ഇല്ലാത്തതുപോലെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ദൗറയിൽ, ആ ജൽസയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരുന്നാൽ വലതുഭാഗത്ത് തൊട്ടടുത്തിരിക്കുന്നത് ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവാണ്. സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെയും പ്രവാചകന്റെയും ഇടയിൽ ഒരാളും ഇരിക്കലില്ല. അങ്ങനെ ഇരിക്കുന്ന മുഹൂർത്തം ഉണ്ടായാൽ എല്ലാവർക്കും അത്ഭുതമാണ്. ഒരു ഷാബ്, ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ പള്ളിയിലേക്ക് കടന്നു വരുന്നു. പ്രവാചകൻ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പ്രത്യേകം ബഹുമാനിക്കുന്നു, മാനിക്കുന്നു. എന്നിട്ട് അജ്ലസഹു ബിജംബിഹി, പ്രവാചകന്റെ അരികത്ത് ഇരുത്തി. ഫൗഖ അബീ ബക്കർ, അബൂബക്കറിന്റെ മീതെ. ثم اعتذر النبي صلى الله عليه وسلم وسلم عليه, എന്ന് രണ്ടാളെയും പരിഗണിച്ച് അവരുടെ മേൽ സലാമൊക്കെ ചൊല്ലിയതിനു ശേഷം ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യാ അബൂബക്കർ, ഏ അബൂബക്കറെ, ഇന്നമാ അജ്ലസ്തുഹു അലാ മിൻക ലിഅന്നഹു ലൈസ ഫിദ്ദുനിയ അഹദുൻ യുസല്ലി അലയ്യ അക്സറു മിന്നു. അദ്ദേഹം, ആ മനുഷ്യന്റെ ബഹുമതി എന്താണെന്നറിയുമോ അബൂബക്കറെ? ഇന്നമാ അജ്ലസ്തുഹു, ഞാൻ അദ്ദേഹത്തെ ഇരുത്തിയത് അലാ മിൻക, നിന്നെക്കാൾ മീതെ. ലിഅന്നഹു, നിശ്ചയം, കാരണം എന്തെന്നറിയുമോ? ലൈസ ഫിദ്ദുനിയ, ദുനിയാവിലില്ല, അഹദുൻ, ഒരാളുമില്ല, യുസല്ലി അലയ്യ, എന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നവനായിട്ട്, അക്സറ മിന്നു, അദ്ദേഹത്തെക്കാൾ അധികരിച്ചവൻ, അദ്ദേഹത്തെക്കാൾ മീതെ എനിക്ക് എന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നവരായിട്ട് ഒരാളും ഇല്ല.
അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഞാൻ ബഹുമാനിച്ചത് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. എന്നിട്ട് ഇന്നഹു യഖൂലു കുല്ല ഗദാത്തിൻ വഅശിയ്യ, എല്ലാ രാവിലെയും വൈകുന്നേരവും ആ മനുഷ്യൻ ഇങ്ങനെ പറയും. അവൻ ചൊല്ലുന്ന സ്വലാത്ത് എന്തൊക്കെയാണെന്നറിയുമോ? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ ബിഅദദി മൻ സ്വല്ലാ അലൈഹി വസല്ലി അലാ മുഹമ്മദിൻ ബിഅദദി മൻ ലം യുസല്ലി അലൈഹി വസല്ലി അലാ മുഹമ്മദിൻ കമാ തുഹിബ്ബു അൻ യുസല്ലി അലൈഹി വസല്ലി അലാ മുഹമ്മദിൻ കമാ അമർതനാ അസ്സലാത്തു അലൈഹി വസല്ലി അലാ മുഹമ്മദിൻ കമാ യൻബഗി അസ്സലാത്തു അലൈഹി ഫലിദാലിക അജ്ലസ്തുഹു അഅലാ മിൻക എന്ന് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയുകയുണ്ടായി. സ്വലാത്ത് ഇങ്ങനെ മന്ത്രിച്ചാൽ, സ്വലാത്ത് തന്റെ ജീവിതത്തിലെ ഒരു പദ്ധതിയാക്കിയാൽ, സ്വലാത്ത് തന്റെ മനസ്സിന്റെ ഒരു മന്ത്രമാക്കിയാൽ, സ്വലാത്ത് മദീനയിലേക്ക് ഒരു കണക്ഷൻ കൊടുത്തുകൊണ്ട് അവിടെ നിന്ന് അവിടത്തോട് കൂടെ ഇങ്ങനെ മനസ്സ് മന്ത്രിച്ചുകൊണ്ട് ആത്മാവും മനസ്സും അവിടേക്ക് ഇങ്ങനെ ലയിപ്പിച്ചു കൊണ്ടുപോയാൽ അതിൽ അല്ലാഹുവിന്റെ തൃപ്തിയുണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃപ്തിയുണ്ട്. ആ സ്വലാത്ത് ചൊല്ലിയവനെ തന്റെ ഇസ്ലാമിക റിപ്പബ്ലിക്കിൽ രണ്ടാം ഖലീഫയായിട്ട് ഇവിടെ ഭരണം നടത്തിയ തന്റെ എല്ലാമായി തനിക്ക് താങ്ങും തണലുമായി നിലകൊണ്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പദവി നൽകി ആദരിച്ച രംഗമാണ് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലൂടെ സ്വലാത്ത് ചൊല്ലിയവന്റെ മഹത്വത്തെ വിളിച്ചോതുന്ന ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം ചൊല്ലിയ സ്വലാത്തിന്റെ അർത്ഥമൊക്കെ സ്വലാത്ത് ചൊല്ലിയ ആളുകളുടെ എണ്ണം കൊണ്ട് അങ്ങേക്ക് സ്വലാത്ത് ഉണ്ടാവട്ടെ, ചൊല്ലാത്തവരുടെ എണ്ണം കൊണ്ട് സ്വലാത്ത് ഉണ്ടാവട്ടെ, അതുപോലെ താങ്കൾ ഇഷ്ടപ്പെടുന്ന തലത്തിൽ സ്വലാത്ത് ചൊല്ലിയ സ്വലാത്തിന്റെ ആ നില ഗുണമുണ്ടാവട്ടെ, ഇങ്ങനെ അർത്ഥം വരുന്ന ഒട്ടനവധി സ്വലാത്തിന്റെ വചനങ്ങൾ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ ബിഅദദി മൻ സ്വല്ലാ അലൈഹി വസല്ലി അലാ മുഹമ്മദിൻ ബിഅദദി മൻ ലം യുസല്ലി അലൈഹി വസല്ലി അലാ മുഹമ്മദിൻ കമാ തുഹിബ്ബു അൻ യുസല്ലാ അലൈഹി വസല്ലി അലാ മുഹമ്മദിൻ കമാ അമർതനാ അസ്സലാത്തു അലൈഹി വസല്ലി അലാ മുഹമ്മദിൻ കമാ യൻബഗി അസ്സലാത്തു അലൈഹി ഫലിദാലിക അജ്ലസ്തുഹു അഅലാ മിൻക എന്ന്. ഇത് കാരണമാണ് ഈ സ്വലാത്തിനെ അദ്ദേഹം ഇങ്ങനെ രാവിലെയും വൈകുന്നേരവും ഇങ്ങനെ ചൊല്ലും. അങ്ങനെ ചൊല്ലുന്ന ഒരാൾ വേറെ ഇല്ലാത്ത വിധം അദ്ദേഹം സ്വലാത്തിനെ വർദ്ധിപ്പിക്കുന്ന ഒരാളായിരുന്നു. അതുകൊണ്ടാണ് നിന്നെക്കാൾ അദ്ദേഹത്തെ ഞാൻ ബഹുമാനിച്ച് ഇരുത്തിയത് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞുവെങ്കിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മീതെ വരെ കടന്നു വരാൻ സ്വലാത്ത് ചൊല്ലുന്നവർക്ക് സാധിക്കുമെന്നുള്ള ഒരു സന്ദേശവും കൂടി ഇതിലൂടെ നൽകുന്നുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ സ്വലാത്ത് അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. സ്വലാത്ത് മനസ്സ് കാലിയായിരിക്കുമ്പോഴും അള്ളാഹുവിന്റെ ദിക്റിലും അവന്റെ ഫിക്റിലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുള്ള സ്വലാത്തിലുമായിട്ട് ജീവിക്കാനുള്ള സർവ്വ തൗഫീഖും സാഹചര്യവും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ സൽക്കർമ്മങ്ങൾ അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. നന്മയിൽ അധിഷ്ഠിതമായി ജീവിക്കാനും തിന്മയിൽ നിന്ന് പാടേ വിട്ടുനിൽക്കാനുമുള്ള ഒരു മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിനെയും ഹബീബായ റസൂലിനെയും മനസ്സിൽ അങ്ങേ അറ്റം സ്നേഹിക്കാനുള്ള ഒരു മനോഭാവം അള്ളാഹു നമുക്ക് ശക്തിപ്പെടുത്തി തരുമാറാവട്ടെ. നമ്മുടെ ഈമാൻ അള്ളാഹു ശക്തിപ്പെടുത്തി തരുമാറാവട്ടെ. നമ്മുടെ ഈമാൻ അള്ളാഹു ശക്തിപ്പെടുത്തി തരുമാറാവട്ടെ. നമ്മുടെ ഈ മനസ്സിന് തവക്കുലിനുള്ള ശക്തി, തവക്കുൽ ചെയ്യാനുള്ള കെൽപ്പ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഏത് ഭൗതികവും ആത്മീയവുമായ ദുർഘട നിമിഷങ്ങൾ, പ്രയാസഘട്ടങ്ങൾ കടന്നു വരുമ്പോ അവിടെ തവക്കുൽ ചെയ്യാനുള്ള ഒരു മനക്കരുത്ത് അള്ളാഹു നമുക്ക്, നമ്മുടെ ബന്ധപ്പെട്ടവർക്ക്, നമ്മുടെ ബന്ധുമിത്രാദികൾക്ക്, നമ്മുടെ ഗുരുനാഥന്മാർക്ക്, നമ്മുടെ നേതാക്കന്മാർക്ക് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന SKICRന്റെ നേതൃത്വം വഹിക്കുന്ന ബഹുമാനപ്പെട്ട നൂർ ഫൈസി ഉസ്താദിനെ പോലെയുള്ള സദാസമയവും ഇടപെടുകയും ഇതിന്റെ കാര്യങ്ങളെ വളരെ കണിശമായി നിയന്ത്രിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഉസ്താദന്മാർ, നേതാക്കന്മാർ, ക്ലാസ് എടുക്കുന്ന പണ്ഡിതന്മാർ എല്ലാവർക്കും അള്ളാഹു സിഹത്തോടുകൂടിയുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ പ്രസ്ഥാനത്തിന് ഇന്ന് നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട ആനക്കര കോയക്കുട്ടി ഉസ്താദ് തൊട്ട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ തുടങ്ങി ചെറുശ്ശേരി
ഉസ്താദ് തുടങ്ങി ആലിക്കുട്ടി ഉസ്താദ് തുടങ്ങിയുള്ള മഹാരഥന്മാരായ നേതാക്കന്മാർക്കൊക്കെയും സിഹത്തോടുകൂടിയുള്ള ദീർഘായുസ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ട് നമ്മിൽ നിന്ന് വിട പറഞ്ഞുപോയി ബർസഖിയായ ലോകത്ത് ജീവിക്കുന്ന സയ്യിദ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ തൊട്ട് ഇക്കാലം അത്രയും ഇതിനു വേണ്ടി പ്രവർത്തിച്ച പണ്ഡിതന്മാർ, സാദാത്തുക്കൾ, സാധാരണക്കാർ, പ്രവർത്തകന്മാർ, ചിന്തകന്മാർ, എഴുത്തുകാർ, അതുപോലെ ഇതിനുവേണ്ടി ചെറിയ വാക്കുകളെ കൊണ്ടെങ്കിലും സഹായിച്ച് പ്രവർത്തിച്ചവർ എല്ലാവർക്കും അള്ളാഹു അവരുടെ കബറിടം വെളിച്ചമാക്കി കൊടുക്കുമാറാവട്ടെ. അവരെയും നമ്മയും അള്ളാഹു സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിന്റെ വഴിയിലുള്ള സർവ്വ പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിച്ച് ഈമാനികമായി ജീവിച്ച് ഈമാനോടെ മരിക്കുന്ന മുഅ്മിനുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നാം ചെയ്യുന്ന ഓരോ സൽക്കർമ്മങ്ങളുടെയും പ്രതിഫലനം, അതിന്റെ നല്ല ഭാഗങ്ങൾ, അതിന്റെ നല്ല അനുഭൂതികൾ ജീവിതത്തിൽ അനുഭവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടി നിർത്തുന്നു. വൈകിയെങ്കിൽ എന്തെങ്കിലും